ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. പുൽക്കൂട്ടിൽ അവതരണനായ മിശിഹായെ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രാണ കർമ്മത്തിന്റെ ഫലങ്ങൾ കർമ്മരാകുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഏകജാതന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തുതിയും ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ മനുഷ്യാവതാര ഫലങ്ങൾ ഞങ്ങൾ സമർത്ഥമാക്കുവാൻ കൃപ ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. Oh
സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിസ്ഥിതി സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്നെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ വെള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി എന്നേക്കും. അത്യുന്നതമാം സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. ഏവർക്കും തിരുപ്പിറവിയുടെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പുൽക്കൂട്ടിൽ അവതരണനായ മിശിഹ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വന്ന് പിറക്കട്ടെ. അവൻ്റെ ആഗമനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങൾ ധന്യവും അനുഗ്രഹീതവുമായി തീരട്ടെ. കർത്താവിനോടൊത്തുള്ള ജീവിതത്തിലൂടെ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യമായി വർത്തിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ. സാർവത്രിക സഭ വിശ്വാസ വർഷം ആചരിക്കുന്ന ഈ അവസരത്തിൽ ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ ഒരു അടയാളവും പ്രചോദനവുമാണ്. ദൈവമേ, ദൈവിക ജീവനിൽ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേഫിനോടും വിനീതനായ ആട്ടിടയരോടും കൂടി ഞങ്ങളും ദൈവപൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും
മിശിഹ അവതരണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ